ഹായ്, ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ടാക്സിന്റെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതായത് ടാക്സ് ഒക്കെ ഫയൽ ചെയ്യേണ്ട സമയം ഇങ്ങനെ അടുത്തോണ്ടല്ല, നമ്മുടെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, അതായത് ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ ഇൻകത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്ന ദിവസം തുടങ്ങിയത് ഫെബ്രുവരി 24 തൊട്ടാണ്. അപ്പോൾ ഏകദേശം ഏപ്രിൽ നമുക്കൊരു ലാസ്റ്റ് വരെ, ഏപ്രിൽ 30 വരെ നമുക്ക് സമയമുണ്ട് ടാക്സ് ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെക്കേണ്ടതെന്ന് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞാൽ T4 സ്ലിപ്പാണ്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്യും, നമുക്കൊരു T4 നമുക്ക് സെൻഡ് ചെയ്യും. അതായത് T4 സ്റ്റേറ്റ്മെന്റ് അത് നമുക്ക് ഇൻകത്തിന് ഫയൽ ചെയ്യാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന CWB ആണ്, അതായത് അഡ്വാൻസ്ഡ് കാനഡ വർക്കർ ബെനിഫിറ്റ്. ഇത് നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അല്ലെങ്കിൽ എമൗണ്ട് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. അത് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് T4E ആണ്. T4E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും വർക്ക് ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിയിട്ട് നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ സൈഡിൽ നിന്നും ഇൻഷുറൻസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ ഇൻകം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ്. അടുത്ത നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് T3, T5, T5008 ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ ഇൻകം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫോറിൻ എന്താ പറയുക, നമുക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെങ്കിലോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റും നമുക്ക് ഇൻകം ടാക്സിന് സമയത്ത് ഫയൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരുകളാണ് T3, T5, T5008 എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RRSPയും FSH ആണ്. അതായത് എല്ലാവർക്കും അറിയാം RRSPക്കും അതുപോലെ FSHക്കും അതായത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്ന്. അതായത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ അടച്ച പൈസ നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അത് എടുക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻകത്തിന്റെ ഇതിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ T4A ആണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. അതായത് T4A സ്റ്റുഡൻറ് ടൈപ്പും T4A എന്ന് പറയുന്നത് വർക്കറിൻ്റെ ടൈപ്പും. T4A സ്റ്റുഡൻറ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെന്റ് വകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വകയോ നമുക്ക് സ്കോളർഷിപ്പ്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ചിലവുകൾക്ക് മറ്റൊന്നിനൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ അത് T4A എന്ന രീതിയിൽ അത് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി T4A വർക്കേഴ്സിൻ്റെ സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് പെൻഷനോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ബെനിഫിറ്റ്സോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വയ്ക്കാവുന്നതാണ്. ഇതാണ് വർക്കേഴ്സ് സൈഡിൽ T4A എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ കൺട്രീസിൽ എന്തെങ്കിലും നമുക്ക് സ്ഥലമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇൻകം ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമ്മളപ്പോൾ ഫോറിൻ കൺട്രീസ്, ഇപ്പോൾ നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലോ അങ്ങനെയൊക്കെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഇൻകം ടാക്സ് ഫയലിലേക്ക് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെന്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ, ഇപ്പം നമ്മളൊരു വീട് പണിതിട്ട്, അതായത് ഫോറിൻ കൺട്രിയിൽ നമ്മൾ വീട് പണിതിട്ട് അത് റെന്റിന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ കാര്യങ്ങളും നമ്മൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഫോറിൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഏകദേശം $1,00,000 അതിന് വില മതിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത് ടാക്സ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് T5007 എന്നുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതായത് സോഷ്യൽ അസിസ്റ്റൻസ് പേയ്മെന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സിലൂടെ ഫയൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉള്ള ബെനിഫിറ്റ്സുകളും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫോറിനിൽ തന്നെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇൻകം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇൻകത്തിന്റെ കൂടെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണ്. മറ്റു ഡോക്യുമെന്റ് പറയുന്നത് വർക്കർ കോമ്പൻസേഷൻ ബെനിഫിറ്റ് ആണ്. ഇതും T5007 എന്ന സ്റ്റേറ്റ്മെന്റാണ് പെടുന്നത്. ഇതും നമുക്ക് ഇൻകം ടാക്സ് സമയത്ത് ഫയൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നെ റെന്റിന് വീടോ അങ്ങനത്തെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ നമുക്ക് എന്തെങ്കിലും റെസിഡൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് T4A OAS ആണ്. അതായത് ഓൾഡ് ഏജ് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ T4AP ഉണ്ട്. അതായത് CPP ബെനിഫിറ്റ് ആണ്.
അതായത് കാനഡിയൻ പെൻഷൻ പ്ലാനിന്റെ ബെനിഫിറ്റുകളും പിന്നെ ഓൾഡ് ഏജ് സെക്യൂരിറ്റി എന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇൻകം ടാക്സിൽ ഫയൽ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിലൂടെ നേടാവുന്നതാണ്. ഇത് മാത്രമല്ല ബിസിനസ് രീതിയിൽ നമുക്ക് അതിന്റെ എക്സ്പെൻസും ഇൻകമും ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും, അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്മോൾ സ്കെയിൽ ആവാം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ആവാം. ഇപ്പോൾ നമുക്കൊരു ഷോപ്പോ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതായിരിക്കാം. ഇനി അതെല്ലാം കൂടാതെ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം വരെ നമുക്ക് ബിസിനസ് രീതിയിൽ കണക്കാക്കാം. ഇത് മാത്രമല്ല നമുക്കിപ്പോൾ ഓൺലൈൻ മീഡിയാസിലൂടെ നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ആവാം, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊമോഷനും അതിലൂടെ നമുക്കൊരു ഓൺലൈൻ ബിസിനസ്സൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒക്കെ നമുക്ക് ഇൻകമും അതിൻ്റെ എക്സ്പെൻസും നമുക്ക് പ്രോപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇൻകം ടാക്സിലൂടെ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആയിട്ടുള്ളത്. ഏകദേശം എല്ലാ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ക്വയറീസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ ടാക്സിൻ്റെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമല്ല, നമ്മൾ കൂടുതലായിട്ടും ഇമിഗ്രേഷൻ്റെ വീഡിയോസും അതുപോലെ PR, എക്സ്പ്രസ് എൻട്രി, CR സ്കോർ, അതുപോലെ തന്നെ PNP പ്രോഗ്രാംസൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാം. നമ്മുടെ ഫാമിലി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇത്രയും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. അതിന് തിരിച്ച് നമ്മുടെ സ്നേഹം നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് സമർപ്പിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഫാമിലി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി യൂസ്ഫുൾ അല്ലാന്നാണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് തല്ലി പൊട്ടിക്കുക, പിന്നെ ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി മുതൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒന്നും സ്കിപ്പ് ആവാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ രസകരമായ മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. ഹാവ് എ ഗ്രേറ്റ് വൺ. ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.